ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഏർലി മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ സാറാമ്മോക്ക് ഓൺലൈൻ ക്ലാസ്സാണ്. അതുകൊണ്ട് സ്നാക്ക് ബോക്സ് റെഡിയാക്കലും അതുപോലെ തന്നെ അതിരാവിലെയുള്ള ഹറിബറി തിരക്ക് പിടിച്ച കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് തേഴ്സ്ഡേ വ്യാഴാഴ്ച വെളുപ്പിനെ ഒരു 4:35 ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ കിച്ചണിൽ കയറിയതിന് ശേഷം സാറായ്ക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്ക് ബോക്സ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കോണ് ബോയിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഏത്തപ്പഴം പഴുത്തതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏത്തപ്പഴം ചെറുതായിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് മോക്ക് വേണ്ടിയിട്ട് സ്നാക്ക് ബോക്സിൽ വെക്കുന്നത് കോണും അതുപോലെ തന്നെ ബനാന ഫ്രൈ ചെയ്തതുമാണ്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതെല്ലാ സ്ഥലത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഡീപ് ഫ്രൈ ആയിട്ട് ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഈ ബനാന എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കണം, അതുപോലെ തന്നെ സ്നാക്ക് ബോക്സിലത്തേന് വേണ്ടിയും വെക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ പഴം റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ കോണൊക്കെ ബോയിലായിട്ടുണ്ട്, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ സാറയുടെ ടൈം ടേബിൾ അനുസരിച്ച് അവളുടെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ സാറായ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്കൂളിൽ ആക്ടിവിറ്റി ഉണ്ട്. ഓരോ ദിവസം ഓരോരോ ആക്ടിവിറ്റിയും കാര്യങ്ങളാണ്. ഇന്ന് മോളുടെ ഫേവറേറ്റ് വെജിറ്റബിൾ കൊണ്ടുപോകണം, ഫേവറേറ്റ് ഫ്രൂട്ട് കൊണ്ടുപോകണം, പിന്നെ അവർക്ക് പേപ്പർ പ്ലേറ്റ് കൊണ്ടുപോകണം, പിന്നെ ഒരു ബട്ടർ നൈഫ്, അങ്ങനെയുള്ള സാറയുടെ ടൈം ടേബിളിൽ തന്നിരിക്കുന്ന ഐറ്റംസൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മുടെ ബനാന എന്ന് പറയുന്നത് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷം സാറാമോളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ അയൺ ചെയ്ത് യൂണിഫോമും അതുപോലെ തന്നെ ഓരോരോ സാധനങ്ങൾ റെഡിയാക്കുകയാണ്. അപ്പോൾ കോണ് ഒന്നും കൂടെ റെഡിയാവാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ അതൊന്ന് നന്നായിട്ട് വേവിച്ചു. അത്യാവശ്യം വേകുമ്പോഴത്തേനും കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കോണ് ഞാൻ വെന്തത് എടുത്ത് മാറ്റുകയാണ്. ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം സ്നാക്ക് ബോക്സിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം ടേബിളിലേക്ക് എടുത്ത് സെറ്റാക്കി, ഓരോരോ ഐറ്റംസ് ടേബിളിലേക്ക് സെറ്റാക്കി. കോണ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത്തപ്പഴം ഷാലോ ഫ്രൈ ചെയ്തത്, പിന്നെ ഫ്രൂട്ട്സായിട്ട് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിളും അതുപോലെ തന്നെ കുറച്ച് ഗ്രേപ്സുമാണ്. അപ്പോൾ സാറാക്ക് ചെറിയ ജലദോഷവും കഫക്കെട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് ഗ്രേപ്സൊക്കെ നല്ല തണുപ്പ് മാറ്റിയതിന് ശേഷമാണ് കൊടുത്തു വിടുന്നത്. പിന്നെ സൈറു വെളുപ്പിന് 5:30 എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ലൈറ്റിടലും തട്ടുമുട്ടും ബഹളമൊക്കെ കേട്ടപ്പോഴത്തേനും കൊച്ചു അങ്ങ് എണീറ്റ് വന്നു. പിന്നെ ഞാൻ അവളുടെ സ്നാക്ക് ബോക്സിൽ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം വെക്കുകയാണ്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ വെക്കുകയാണ്. കുറച്ച് ഐറ്റങ്ങൾ മിച്ചം വെക്കുകയാണ്. കാരണം സാറാക്ക് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുന്നേ എന്തെങ്കിലും കഴിപ്പിച്ചേച്ച് വിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ മിച്ചം വെക്കുകയാണ്, സാറാനെ നിർബന്ധിച്ച് രാവിലെ കഴിപ്പിക്കാനായിട്ട്. അപ്പോൾ ബോട്ടിൽ എപ്പോഴും ചുമയും ജലദോഷവും ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എടുക്കുന്നത് നോർമൽ വാട്ടറാണ്. എന്നാൽ കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ കുറച്ച് ബോയിൽ ചെയ്ത വെള്ളമാണ് എടുക്കുന്നത്, ചൂടുവെള്ളമാണ് എടുക്കുന്നത്. സാറാക്ക് ബാഗിൽ വെക്കാനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് ബാഗിലേക്ക് തന്നെ വെച്ചു. ഇത് സാറാടെ ഇപ്പോൾ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ സൈറ എഴുന്നേറ്റ് കരച്ചിലായതുകൊണ്ട് തന്നെ സൈറയ്ക്ക് വേണ്ടിയിട്ടുള്ള മിൽക്ക് ബോട്ടിൽ എടുക്കുകയാണ്. അപ്പോൾ അത് കുടിപ്പിച്ച് കഴിഞ്ഞ് സാറാനെയും കൂടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ സൈറാനെ കൊണ്ട് ഉറക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ സാറയുടെ കാര്യങ്ങളെല്ലാം എല്ലാം അടുപ്പിച്ചു. അതിനുശേഷം സൈറാക്ക് പാലും കൊടുത്തു. സൈറ ഉറങ്ങി, എല്ലാം സെറ്റായതിനു ശേഷം അതിനുശേഷം ഇക്കാക്കുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക് ഞാനിന്ന് മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി വളരെ കുറച്ച് ബോൺലെസ് ചിക്കനും എഗ്ഗും വെജീസും എടുത്തു. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബസ്മതി റൈസാണ്, സെല്ല ബസ്മതി റൈസ്. അപ്പോൾ ബസ്മതി റൈസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് റൈസ് ഇതാണ്. അപ്പോൾ ഞാൻ മന്തിക്കും ബിരിയാണിക്കും അതുപോലെ തന്നെ ഗീ റൈസ് ഫ്രൈഡ് റൈസിനൊക്കെ ഞാൻ എടുക്കുന്നത് സെല്ല ബസ്മതി റൈസാണ്. അപ്പം ഊറ്റി മാറ്റാൻ വേണ്ടിയാണല്ലോ. അപ്പം വെള്ളത്തിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും വേണ്ട. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും ഉപ്പും ഇട്ട് വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് സെല്ല ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ വെജീസ് എല്ലാം അരിഞ്ഞു. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ ബീൻസ്, ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് ഓണിയൻ, ഗാർലിക്ക്, പച്ചമുളക്, ഇതൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അരി ഞാൻ ഒരു 3/4 വേവാകുമ്പോൾ ഊറ്റി മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അരി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് 3/4 വേവ് ആകുമ്പോൾ നമ്മൾ ഊറ്റി മാറ്റുക. അതിനുശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി കുറച്ച് നേരം കൂടെ വേവിക്കുക. അതിനുശേഷം വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് സൈഡാക്കി. അതിനുശേഷം ബോൺലെസ് ചിക്കൻ എന്ന് പറയുന്നത് വളരെ 2-3 പീസ്, വളരെ കുറച്ച് പീസ് ചിക്കൻ ഞാൻ വളരെ ചെറുതായിട്ട്
എടുത്തു. അതിനുശേഷം മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് വിനേഗർ ഒഴിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ മാരിനേഷന് മുളക് പൊടിയൊന്നും ആരും ചേർക്കാറില്ല, പെപ്പർ പൗഡറും ഉപ്പും ചേർക്കാറുള്ളൂ. പക്ഷേ ഇക്കാക്ക് കുറച്ച് സ്പൈസ് വേണം. അപ്പം പിന്നെ എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരിച്ചിരി എരിവുള്ളതാണല്ലോ രുചി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ മാരിനേഷനിൽ ചില്ലി പൗഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് സെല്ല ബസ്മതി റൈസ് ഓൾമോസ്റ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കി നിൽക്കുകയാണ്, കാരണം വേവ് കൂടിപ്പോവരുത്. മുക്കാൽ വേവെന്നുള്ളത് കംപ്ലീറ്റ് വേവായി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ രസം പോകും. അതിന് ശേഷം ഇതാ 2 മുട്ട, ആ മുട്ടയിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കൂടുതൽ പെപ്പർ പൗഡർ ഇട്ടു. അതിന് ശേഷം ഒന്ന് ഇളക്കാതെ കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായിട്ട് ആ മുട്ട നന്നായിട്ട് ചിക്കി എടുക്കുകയാണ്. കുറച്ച് വെന്തതിന് ശേഷം ചിക്കി എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കില്ല. കുറച്ച് വലിയ പീസായിട്ട് കിടക്കണം. എങ്കിലാണ് ഫ്രൈഡ് റൈസിൽ മിക്സ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മുട്ടയൊക്കെ കുറച്ച് കടിക്കാൻ കിട്ടണം. തീരെ അങ്ങ് പൊടി പോലെ ചിക്കി പോകരുത്. ഫ്രൈഡ് റൈസിൻ്റെ മുട്ടയുടെ പരുവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാ ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ മുട്ടയുടെ പരിപാടി, പെപ്പർ പൗഡറും ഉപ്പും ഇട്ട് മുട്ട ചിക്കി എടുത്തു. 2 മുട്ടയാണ് ഞാൻ ഫ്രൈഡ് റൈസിന്. നമുക്ക് എത്ര വേണമെങ്കിൽ 3 മുട്ടയോ 4 മുട്ടയോ അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഈ ഫ്രൈഡ് റൈസിന് സൈഡ് ഡിഷായിട്ട് ഞാൻ കറിയൊന്നും വെക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കറിയൊന്നും കൊണ്ടുപോകത്തില്ല. ഓഫീസിൽ ലഞ്ച് ബോക്സ് ആയിട്ട് കൊണ്ടുപോകുന്നത് സ്പൂണിൽ കോരി കഴിക്കുക, അല്ലാതെ സൈഡ് ഡിഷും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്ത് കഴിക്കത്തില്ല. അപ്പോൾ ഒരു സ്പൂണിട്ട് വെറുതെ കോരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബസ്മതി റൈസ്, നമ്മുടെ റൈസ് ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രെയിൻ ചെയ്ത് മാറ്റാനുള്ള ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് ഞാൻ ഊറ്റി മാറ്റി. അതിന് ശേഷം കുറച്ച് ഫ്ലോയിങ് വാട്ടർ, കുറച്ച് ടാപ്പ് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഒട്ടൽ പരുവുണ്ടല്ലോ അതൊക്കെ മാറ്റി. ഇപ്പം വേവ് കറക്റ്റാണ്, അതായത് ഒന്നൊന്നായിട്ട് കിടക്കണം, അത് പൊട്ടരുത്, ഒടിയരുത്. അതിന് ശേഷം ഞാൻ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടയുടെ ആ സെയിം പാനിൽ തന്നെ ഞാൻ മുട്ട കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ ചെറിയ പീസാണെങ്കിൽ പോലും ഒന്ന് വേവണമല്ലോ. അതിനുശേഷം നമുക്ക് മുട്ടയുടെ കാര്യം കഴിഞ്ഞു, ചിക്കൻ്റെ കാര്യം ഓൾമോസ്റ്റ് സെറ്റായി. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, മാവ് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ തേങ്ങായും എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും വേണ്ട ഐറ്റംസൊക്കെ ഞാനിതാ പുറത്തെടുത്ത് സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഈ ലഞ്ച് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലേക്ക് കയറാൻ. അപ്പോൾ നമ്മുടെ ചിക്കനും ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പം ചിക്കനും കോരി മാറ്റാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ചിക്കനും ഞാൻ കോരി മാറ്റി നമ്മുടെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും ഞാൻ സൈഡാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഈ സെയിം പാനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെജീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് സോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഗാർലിക്ക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഗാർലിക്കും ഒണിയനും ഒക്കെ നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രൈഡ് റൈസിലിടുമ്പോൾ പ്രത്യേക രുചിയാണ്. ആ ഫ്രൈഡ് റൈസിൽ നിന്ന് ആ ഗാർലിക്കും ഒണിയനും ഒക്കെ എടുത്ത് കടിക്കാൻ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്. ആ സെയിം എണ്ണയിൽ തന്നെ, ആ ചിക്കൻ പൊരിച്ച ആ എണ്ണയിൽ തന്നെ ആകുമ്പോഴത്തേനും ആ വെജീസിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഗാർലിക് ഇട്ടു, അതുപോലെ തന്നെ സവോള, പച്ചമുളക്, പിന്നെ ലാസ്റ്റായിട്ട് ക്യാരറ്റ്, അതുപോലെ തന്നെ ബീൻസ്. ഈ ക്യാരറ്റിനും ബീൻസിനും ഒക്കെ അത്യാവശ്യം വേവുണ്ടല്ലോ. അപ്പോൾ വേവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ നേരം ഉപ്പും ഇട്ട് കുറച്ച് നേരം വഴട്ട്. പിന്നെ ഫ്രൈഡ് റൈസിനായതുകൊണ്ട് തന്നെ വെൽ കുക്ക്ഡ് ഒരുപാട് കുക്ക് ആയിട്ട് അതിൻ്റെ ആ ഒരു ഗുണമൊന്നും കളയണ്ട. അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് വെന്തതിന് ശേഷം നമ്മൾ വെജീസൊക്കെ കോരി മാറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഗാർലിക് ഇട്ടു. ഗാർലിക് അത്യാവശ്യം നല്ല രീതിയിൽ മൂക്കണം കേട്ടോ. ഗാർലിക് ചുമ്മാ റോ ടേസ്റ്റിൽ റൈസിൽ കടിക്കാൻ കിടന്നെങ്കിൽ ഒരു രസം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഗാർലിക് നമ്മൾ നന്നായിട്ട് മൂപ്പിക്കുകയാണ്. അതിനുശേഷം ഗാർലിക് ഒന്ന് മൂത്തോന്ന് കണ്ടപ്പോൾ അതിനുശേഷം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കാര്യങ്ങളും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെജീസ് ഓരോന്നായിട്ട് നമ്മൾ ഇടുകയാണ്. അതിനുശേഷം ഞാൻ അപ്പുറത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഓരോ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ചെയ്യാനാണ്. അല്ലാതെ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാനുള്ള സമയമില്ല. അതിന് ശേഷം നമ്മുടെ നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട്. നമ്മുടെ ഗാർലിക്കും അതുപോലെ തന്നെ നമ്മുടെ ഒണിയനും നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് നോക്കുന്നുണ്ട്.
അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ആ ഒരു മണമൊക്കെ മാറിയിട്ട് ഗാർലിക്കിൻ്റെ നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള വെജ്ജീസ്, ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും രണ്ടും അത്യാവശ്യം വേവുള്ള വെജ്ജീസാണ്. അപ്പോൾ അതിൻ്റെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ എല്ലാം ഒരുമിച്ച് കിടക്കണം, അതിൻ്റെ പച്ചമണം. അപ്പോൾ ബീൻസ് ഇട്ടു. അപ്പോൾ ഇതാ പിന്നെയും നമ്മുടെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഓരോന്നായിട്ട് സ്റ്റെപ്പായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വെളുപ്പിനെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ചെയ്യാനും നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ എഴുന്നേക്കുന്നപ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ. പിന്നെ അത് അപ്പുറത്തെ പാനിൽ ഞാൻ ഇന്ന് ദോശയും ചമ്മന്തിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അപ്പുറത്തെ പാനിൽ ഞാൻ ഏറ്റവും ചമ്മന്തിക്കുള്ള നമ്മൾ നല്ല ദോശയും അതുപോലെ തന്നെ നമ്മുടെ വത്തൽമുളകും സവോളയും ഒക്കെ വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം തേങ്ങയും ചേർത്ത് ചമ്മന്തി അരയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഓയിൽ ഒഴിച്ചു. ഇനി ആദ്യം കുറച്ച് നേരം അതിലേക്ക് സവോള മൂപ്പിക്കും. അതിന് ശേഷം ഒരു 2-3 വറ്റൽമുളക് ഇട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് സവോള, വറ്റൽമുളക്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഉപ്പ്, തേങ്ങ, ഒരു പിടി തേങ്ങ എല്ലാം കൂടെ ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും. അതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ചമ്മന്തി താളിച്ചൊഴിക്കും. അതാണ് എൻ്റെ ചമ്മന്തിയുടെ പരുവം എന്ന് പറയുന്നത്. അതിന് ശേഷം ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് പെപ്പർ പൗഡർ, സ്പൈസ് നോക്കിയതിന് ശേഷം കുറച്ച് പെപ്പർ പൗഡറും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒന്ന് നോക്കുകയാണ് വേവൊക്കെ സെറ്റായോ എന്ന്. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് വേവിച്ച് ഉടച്ച് കളഞ്ഞിട്ടില്ല, ഒന്ന് ഹാഫ് വേവായി. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം, അല്ലാതെ ഒത്തിരി വെന്ത് അലിഞ്ഞു പോവരുത്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ഉപ്പും കുറവ് തോന്നി. അതിന് ശേഷം പെപ്പർ പൗഡറും കുറവ് തോന്നി. പിന്നെ അരിയും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെയൊക്കെ ഉപ്പും പെപ്പർ പൗഡറൊക്കെ വേണമായിരിക്കും. എങ്കിലും ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കുറവ് തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മുടെ വെജ്ജീസ് എല്ലാം സെറ്റായി, നമ്മുടെ ചിക്കൻ സെറ്റായി, നമ്മുടെ എഗ്ഗ് സെറ്റായി. അപ്പോൾ മിക്സഡ് ഫ്രൈഡ് റൈസ്, അടിപൊളിയായിട്ടുള്ള മിക്സഡ് ഫ്രൈഡ് റൈസിനുള്ള എല്ലാമായി. അപ്പോൾ നമ്മുടെ റൈസ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാണ്, ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രെയിൻ ചെയ്ത് നന്നായിട്ട് മാറ്റി വെച്ചിരുന്ന റൈസ്. പിന്നെ ഫ്രൈഡ് റൈസിനൊക്കെ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തലേന്ന് റൈസ് വേവിച്ച് ഊറ്റി മാറ്റി ഒരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം പിറ്റേ ദിവസം ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോഴത്തേനും അതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് ഫ്രൈഡ് റൈസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ടായിരിക്കാം. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്കപ്പോൾ അടിപൊളി ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള നേരമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതാ റൈസ് ഇട്ടു, അതിന് ശേഷം ചിക്കൻ ഇട്ടു, എഗ് ഇട്ടു, നമ്മുടെ വെജ് മിക്സ് ഇട്ടു. അങ്ങനെ എല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ഫ്രൈഡ് റൈസ് ഞാൻ നന്നായിട്ട് എല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി, ഞാൻ ഉപ്പ് നോക്കി, അതിന് ശേഷം സ്പൈസ് നോക്കി, എല്ലാം അടിപൊളിയാണ്. വെൽ കുക്ക്, അതായത് ഫ്രൈഡ് റൈസിൻ്റെ കറക്റ്റ് പാകമായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് ഫ്രൈഡ് റൈസ്. ഇതിന് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 7:30 ആയപ്പോഴത്തേനും ഏകദേശം എൻ്റെ കൊച്ചിന് സ്നാക്ക് ബോക്സ് കൊടുത്ത് ഞാൻ വിട്ടു. അതിനുശേഷം എൻ്റെ ലഞ്ച് റെഡിയായി. അതുപോലെ തന്നെ എൻ്റെ ഓൾമോസ്റ്റ് ഇപ്പം തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാവും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഏകദേശം കംപ്ലീറ്റ് പണികൾ ഈ ഒരു വെളുപ്പിനെ 7:30 ആയപ്പോൾ തന്നെ ഏകദേശം കഴിയുന്ന രീതിയിലായി. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചമ്മന്തിക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കി. പിന്നെ ഇക്കാക്ക് ചായ വെക്കുകയാണ്. അപ്പോൾ ഏലക്കായി വിട്ട് പാല് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഞാൻ ഒന്ന് തുറന്ന് നോക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഫ്രൈഡ് റൈസ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസാണ്, പക്ഷേ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആയി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതിന് സൈഡ് ഡിഷായിട്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റോ അതുപോലെ തന്നെ നമ്മുടെ ചില്ലി ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഇന്ന് ഓഫീസ് പർപ്പസിനായതുകൊണ്ട് ഞാൻ അതൊന്നും സൈഡ് ഡിഷ് റെഡിയാക്കുന്നില്ല. നമ്മുടെ ചമ്മന്തി നന്നായിട്ട് അരച്ചു, അതിനുശേഷം ചമ്മന്തി താളിച്ച് മാറ്റാൻ
മാറ്റാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി റെഡിയാക്കുകയാണ്. അപ്പോൾ അതാ പാനിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് ചമ്മന്തി താളിക്കുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ. ഇപ്പോൾ ഇത് നമ്മുടെ തേയിലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ ചായ കടുപ്പമൊക്കെ ഇറങ്ങട്ടെ. ഒരു ഗ്ലാസ് ചായയെ വെക്കുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ജലദോഷ കഫ പ്രശ്നങ്ങൾ കാരണം ഞാൻ പാല് കുറച്ച് ദിവസത്തേന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ കടുക് പൊട്ടിയതിന് ശേഷം നമ്മളിതാ കുറച്ച് കൊച്ചുള്ളിയും വത്തൽമുളകും പൊട്ടിച്ചിടുന്നുണ്ട്. അതിന് ശേഷം കറിവേപ്പിലയും അതൊക്കെ ഇട്ട് കുറച്ച് എന്താ പറയുക, നമ്മൾ അതിന് ശേഷം തേങ്ങയുടെ അരപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ ബർണർ നമ്മൾ ഓഫാക്കും. തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു കാരണം വെച്ചാലും ബർണർ ഓൺ ആക്കിയതിന് ശേഷം നമ്മളിട്ട് തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒരു ടേസ്റ്റായി പോകും. പക്ഷേ ആ ഒരു ചെറിയ ചൂടുണ്ടല്ലോ, ആ ചൂടിൽ കിടന്നിട്ട് റെഡി ആകുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റായിരിക്കും. തേങ്ങാ ചമ്മന്തിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അങ്ങനെ ഒന്ന് ചെയ്യാത്തവർ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും. അറിവില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. നമ്മൾ നന്നായിട്ട് ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ മൂപ്പിക്കുക. അതിന് ശേഷം തേങ്ങ ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആ ബർണർ ഒന്ന് ഓഫാക്കി വെക്കുക. അതാ നമ്മുടെ ചായയൊക്കെ സെറ്റായി. ഇപ്പോഴാണ് എൻ്റെ കാര്യം സംഭവം ഞാൻ പറഞ്ഞത് സെറ്റായത്. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഏകദേശം സെറ്റായി, ലഞ്ചും സെറ്റായി, എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ഇക്ക വരുന്നതോടുകൂടി നല്ല ചൂട് നല്ല ഫ്രഷ് ആയിട്ട് ദോശയുടെ മാവ് ദോശ നല്ല ചൂടായിട്ട് ചുട്ടു കൊടുക്കും. അപ്പോൾ അതാ ഇക്കാക്ക് വേണ്ടിയിട്ട് ചുടുന്നത് നൈസ് ദോശയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കട്ടി ദോശ ഉണ്ടല്ലോ, തട്ടിൽ കുട്ട് ദോശ. അതാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. അപ്പോൾ ഇക്കാക്ക് ഒത്തിരി തിക്കും ആവരുത്, ഒത്തിരി തിന്നും ആവരുത്. നമ്മുടെ ഒരു മീഡിയം ദോശയുണ്ടല്ലോ, അതാണ് ഇക്കാടെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കാക്ക് ഇതാ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു, സൂപ്പർ ടേസ്റ്റി ചമ്മന്തിയായിരുന്നു. പിന്നെ അടിപൊളി പതപ്പിച്ച ചായ, പിന്നെ ദോശ. അപ്പോൾ ഇക്കാടെ ബ്രേക്ക്ഫാസ്റ്റ് ഇക്കാക്ക് ഞാൻ വിളമ്പി വെച്ചതാണ്. ഇക്ക കഴിക്കാൻ വരുന്നതേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ ടേബിളിലേക്ക് ഫ്രൈഡ് റൈസ് ഒന്ന് ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ചൂടൊന്ന് ആറിയതിന് ശേഷം ലഞ്ച് ബോക്സിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും നല്ല അടിപൊളിയായി. ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്കാടെ ലഞ്ച് ബോക്സിലേക്ക് ഫ്രൈഡ് റൈസ് വിളമ്പുകയാണ്. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് വെച്ചത് എനിക്കും സാറാക്കും ലഞ്ചിന് വേണ്ടിയിട്ടും ഇതെടുക്കാമല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് എന്തായാലും വെക്കുന്നു. അപ്പോൾ പിന്നെ ഇനി വേറെ ലഞ്ചിന് കയറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ലഞ്ചിന് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ഒരുപാട് കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് ഒരുപാട് കഴിക്കത്തില്ല, ഒരു ചെറിയ പാത്രമാണ്. അപ്പോൾ അതിൽ ഞാൻ മാക്സിമം പറ്റുന്ന അത്രയും ഫില്ല് ചെയ്ത് വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇക്കയുടെ ലഞ്ച് ബോക്സ് ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം ഇക്ക ഓഫീസിലേക്ക് പോയി. ഞാനപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വെക്കുകയാണ്. കുറച്ച് ജലദോഷം ചുമയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമായി. ഞാൻ തട്ടുദോശ, തിക്കായിട്ടുള്ള ദോശയും നല്ല അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ചമ്മന്തിയുമാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി, ദോശ എന്നൊക്കെ പറയുന്നത്. പിന്നെ എനിക്ക് ഈ വെള്ള കളറിഞ്ഞ് അരയ്ക്കുന്ന തേങ്ങാ ചമ്മന്തിനെക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ഈ വത്തൽമുളകൊക്കെ വെച്ചിട്ട് ഓറഞ്ച് കളറിഞ്ഞ് അരയ്ക്കുന്ന ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ദോശയെന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, വളരെ തിക്കായിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഈ ദോശയൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്ന് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ചെന്ന് കാണുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കോക്കനട്ട് ചട്നി ആയിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള 2 ദോശ, ആ 2 ദോശയിലേക്ക് ഞാൻ ചട്നി കുറച്ച് കൂടുതൽ ഒഴിച്ചു. അപ്പോൾ നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ്. ഈ കുതിർന്ന ദോശ എന്ത് ചെയ്യുന്നു, നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ചുമയൊക്കെ കാരണം നല്ല ഒരു ഗ്ലാസ് ചൂട് വെള്ളവും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഏർലി മോർണിംഗ് വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ അകത്ത് സാറായുടെ സ്നാക്ക് ബോക്സ്, ഇക്കാടെ ലഞ്ച് ബോക്സ്, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഇന്നത്തെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കുക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹോം വിശേഷങ്ങൾ, എൻ്റെ കുക്കിംഗ് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിലുള്ള സപ്പോർട്ടും കമൻസും ലൈക്സും
എല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടെന്ന് പറയുന്നത് മുന്നോട്ട് ഉണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാവത്തുള്ളൂ. അപ്പോൾ താങ്ക് യു.